ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിൽ സരയൂ നദിയുടെ തീരത്താണ് രാമന്റെ ജന്മസ്ഥലം എന്ന് രാമായണം പറയുന്ന ഇന്നത്തെ അയോധ്യ. ഇന്നത്തെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലമാണ് രാമന്റെ ജന്മസ്ഥലമെന്ന് ഹിന്ദുക്കൾ അവകാശപ്പെടുന്നു. 1992 ഡിസംബർ 6 വിശ്വ ഹിന്ദു പരിഷത്തിലെയും അനുബന്ധ സംഘടനകളിലെയും ഒരു വലിയ കൂട്ടം ഹിന്ദു പ്രവർത്തകർ ബാബറി മസ്ജിദ് തകർക്കുകയും വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം കോടതിയിലും രാഷ്ട്രീയമായും ചരിത്രപരമായും സാമൂഹിക മതപരവുമായുള്ള ബാബറി മസ്ജിദിന്റെ പിന്നിലെ ചരിത്രത്തിനെക്കുറിച്ചുള്ള ചർച്ചകളെ അയോധ്യ തർക്കം എന്നാണ് അറിയപ്പെട്ടത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ 1528 രാമന്റെ ജന്മസ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് പള്ളി പണിതു എന്നാണ് ബ്രിട്ടാനിക്ക വിക്കിപീഡിയയുടെ 1986 ലക്കത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഭാഷ്യത്തിൽ പുരാതന ക്ഷേത്രം ബാബർ തകർത്തു എന്നാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ ഈ സ്ഥലത്ത് ആരാധനയ്ക്കായി ഹിന്ദുക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും ഇതിൽ പറയുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1970 1992 2003 തർക്കസ്ഥലത്തിന് ചുറ്റും നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങൾ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്ര സമുച്ചയം നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇത് തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലാണ് ഈ സ്ഥലം ശ്രീരാമന്റെ ജന്മസ്ഥലമായി കരുതുന്ന രീതി ആരംഭിച്ചത്. ഓസ്ട്രേലിയക്കാരനായ ജോസഫ് ടഫെൻതലിയർ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ 1788 ഫ്രഞ്ച് ഭാഷയിൽ ബെർലിനിൽ ഇറക്കിയ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് മന്ദിരത്തിൽ 14 കറുത്ത കൽത്തൂണുകൾ 5 നില ഉയരത്തിൽ കാണാം. അതിൽ 12 പള്ളിയുടെ അകത്തുള്ള ഭാഗങ്ങളെ താങ്ങി നിർത്തുമ്പോൾ 2 പ്രവേശന കവാടത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ തൂണുകൾ ഹനുമാൻ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് കരുതപ്പെടുന്നു. ഇടതുഭാഗത്തായി 5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും 5 ഇഞ്ച് പൊക്കവുമുള്ള മണ്ണിലും ചുണ്ണാമ്പിലും തീർത്ത ഒരു തറയുണ്ടായിരുന്നു. ഹിന്ദുക്കൾ ഇതിനെ ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ജന്മസ്ഥലമായി കരുതുന്നു. തുടർന്ന് ഔറംഗസീബ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ബാബർ ഹിന്ദുക്കൾ ആരാധന നടത്താതിരിക്കാൻ ഈ തറ തകർത്തു. എങ്കിലും അവർ ആരാധനയും വിശ്വാസവും തുടർന്നു പോന്നു. 1608 1611 AD കാലഘട്ടത്തിൽ ഭാരതത്തിൽ കഴിഞ്ഞിരുന്ന ബ്രിട്ടീഷ് ചരിത്രകാരനായ വില്യം ഫ്ലിഞ്ച് അയോധ്യയെക്കുറിച്ചും രാംകോട്ട് എന്ന ശ്രീരാമന്റെ കോട്ടയെക്കുറിച്ചും സ്വർണത്തിനായുള്ള തിരച്ചിൽ നടത്താൻ കഴിയും വിധം വലുതായ തുടങ്ങി വിശദമായ വിവരണങ്ങൾ തരുന്നു. ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്ന് വിശദമാക്കുന്നില്ലെങ്കിലും ശ്രീരാമന്റെ ചിതാഭസ്മം വെച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വിശദമായ വിവരണം അദ്ദേഹം തന്നിരുന്നു. നദിയുടെ തീരത്തു നിന്നും ഏകദേശം 2 മൈൽ അകലെയായി ചെറിയ പ്രവേശന കവാടമുള്ള ഒരു ഗുഹയിൽ, എന്നാൽ വിസ്താരവും വളവുകളുമുള്ള ഉയർന്ന വശമുള്ള ഇടത്തിലാണ് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അടക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടേക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പഴയ വിശ്വാസപ്രകാരം കറുത്ത അരിപ്പടിയും കൊണ്ടുവരുന്നു എന്നും കുറിച്ചിരിക്കുന്നു. റോമില ധാപ്പറുടെ അഭിപ്രായത്തിൽ ഹിന്ദുക്കളുടെ ഐതിഹ്യങ്ങൾ അകറ്റി നിർത്തി പരിശോധിച്ചാൽ അയോധ്യയെക്കുറിച്ച് ചരിത്രത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത് 7-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നുള്ള തീർത്ഥാടകനായ സിയാൻസങ് ഹിന്ദുക്കൾ നിറഞ്ഞിരുന്ന അയോധ്യയിൽ 20 ബുദ്ധവികാരങ്ങളും 3000 ബുദ്ധഭിക്ഷുക്കളും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുന്നതുമാണ്. 1528 മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ അനുയായികൾ തർക്കപ്രദേശത്ത് ഒരു പള്ളി പണിതു. ഈ പള്ളി ബാബറി മസ്ജിദ് എന്ന് അറിയപ്പെടുകയും ഹിന്ദുക്കൾക്ക് തർക്കമുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും അയോധ്യയിൽ 96 ഹൈന്ദവ ക്ഷേത്രങ്ങളും 36 മുസ്ലിം പള്ളികളും ഉണ്ടായിരുന്നു. പ്രാദേശികമായ പലതും അവസാനിച്ചെങ്കിലും എല്ലാ വർഷവും 5 ലക്ഷം ആളുകൾ കൂടുന്ന ഹിന്ദുക്കളുടെ രാമനവമി എന്ന ഉത്സവം നടന്നു പോന്നിരുന്നു. രാമജന്മഭൂമിയും മറ്റിടങ്ങളിലെ ക്ഷേത്രങ്ങളും തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നശിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തി. രാമജന്മഭൂമിയും മറ്റിടങ്ങളിലെ ക്ഷേത്രങ്ങളും തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നശിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയതായി ഹൈന്ദവ വിഭാഗങ്ങൾ സമർത്ഥിക്കുന്നു. മിക്ക ലൈബ്രറികളിൽ നിന്നും മൗലാന ഹക്കീം സായി അബ്ദുൽ ഹായ് എഴുതിയ ഹിന്ദുസ്ഥാൻ ഇസ്ലാമി അഹദ് മേം എന്ന പുസ്തകത്തിൽ നിന്ന് രാമജന്മഭൂമിയും മറ്റിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും തകർത്തതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വെർഷനിൽ ഈ അധ്യായങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നു. FA അഹമ്മദ് മെമ്മോറിയൽ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായത്താൽ സഖി കഗൗരവി ഇറക്കിയ ഷെയ്ഖ് മുഹമ്മദ് അസാമി അലി നമിയുടെ മുറുക്ക-ഇ ഖുസ്രാവി എന്ന പുസ്തകത്തിലും രാമജന്മഭൂമി തകർത്തതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു. സഖി കഗൗരവി ഈ അധ്യായങ്ങൾ പിന്നീട് പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തി. 2010 സെപ്റ്റംബർ 30 2400 ചതുരശ്ര അടി വിസ്തീർണമുള്ള ബാബറി പള്ളി ഉൾപ്പെട്ടിരുന്ന തർക്കഭൂമി കേസിലെ കക്ഷികളായിരുന്ന 3 വിഭാഗങ്ങൾക്കും തുല്യമായി വീതിക്കണമെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് വിധിച്ചു. രാമക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നും അതിനാൽ പള്ളിയുടെ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും ചരിത്ര പ്രധാന വിഷയത്തിൽ കോടതി വ്യക്തമാക്കി.
അങ്ങനെ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന രാംലല്ലയ്ക്കും സീത രസോയി നിന്നിരുന്ന ഭാഗം നിർമോഹി അഖാരയ്ക്കും 3-ാം ഭാഗം സുന്നി വഖഫ് ബോർഡിനും ലഭിച്ചു. എന്നാൽ 2011 മെയ് 8-ന് രാജ്യത്തെ സുപ്രീം കോടതി വീതിച്ചു കൊടുക്കാൻ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി 2010 സെപ്റ്റംബർ 30-ലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേയും പ്രഖ്യാപിച്ചു.